ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നിങ്ങളെല്ലാവരും കോൺട്രാക്റ്റ് ആക്ട് ഒരുവിധം പഠിച്ച് കഴിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കേരളം മൊത്തം ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നത് കൊണ്ട് നെറ്റ് വളരെ സ്ലോ ആണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് താമസിച്ചത്, സോറി. ഇപ്പം നോക്കൂ, നമ്മൾ ലോ ഓഫ് തോട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ലോ ഓഫ് തോട്ട് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമം എന്തെന്നാണ്. നിങ്ങൾ ഈ സ്ലൈഡ് മൊബൈൽ വ്യൂവിൽ കാണണം. മൊബൈൽ വ്യൂവിൽ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫോണിൽ ഫുള്ളായിട്ട് കിട്ടത്തുള്ളൂ. നോക്കൂ, ലോ ഓഫ് തോട്ട് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താണ് ലോ എന്ന് മനസ്സിലാക്കണം. ലോ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നോക്കൂ, ഒരു ഈ ടേം ലോ റെഫേഴ്സ് ചെയ്യുന്നത്, ലോ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഓഫ് കോണ്ടാക്റ്റ് ആണ്. സെറ്റ് ഓഫ് റൂൾസ് ഓഫ് കോണ്ടാക്റ്റ് ആര് ഫോളോ ചെയ്യുന്ന, അതായത് ഇത്രയേ ഉള്ളൂ, സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ഫോളോ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് ഓഫ് കോണ്ടാക്റ്റിനെയാണ് നിയമങ്ങളെന്ന് പറയുന്നത്. ആ നിയമങ്ങളെന്ന് പറയുന്നത് എന്താ? ആ നിയമങ്ങൾ വ്യക്തികളും സ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടെ പറയാൻ നോക്കൂ. സമൂഹത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളാണ് സമൂഹത്തിൽ ജീവിക്കുന്നത്. സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾക്കുള്ള, അല്ലെങ്കിൽ നമ്മളിൽ ഉള്ള സെറ്റ് ഓഫ് റൂൾസും കോണ്ടാക്റ്റുമാണ് നിയമങ്ങളെന്ന് പറയുന്നത്. ഈ നിയമങ്ങൾ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റേറ്റുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഇൻ്റർ കണക്റ്റഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ നിയമങ്ങൾ എവിടെയാണ് കണ്ടൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കൂ. ദീസ് റൂൾസ് ഓഫ് കണ്ടക്റ്റ് മേ കണ്ടെയ്ൻഡ് ഇൻ, ഈ നിയമങ്ങളെല്ലാം കണ്ടെയ്ൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? അത് ലെജിസ്ലേഷൻസിനകത്തും പ്രീസിഡൻറ്റിനകത്തും കസ്റ്റം ആൻഡ് കൺവെൻഷണൽ ലോസാണ്. കണ്ടെയ്ൻ എന്ന് വെച്ചാൽ അടങ്ങിയിരിക്കുന്നത്. ഈ നിയമം എവിടെയാണ് അടങ്ങിയിരിക്കുന്നതെന്നാണ്. ലെജിസ്ലേച്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ലെജിസ്ലേച്ചേഴ്സ് നിയമം ഉണ്ടാക്കുന്നു, എക്സിക്യൂട്ടീവ്സ് അത് നടപ്പിലാക്കുന്നു, ഇല്ലേ? ലെജിസ്ലേച്ചേഴ്സ്. പ്രീസിഡൻ്റ് എന്ന് വെച്ചാൽ നമ്മളെ കോടതിയിലെ ഓരോ ഡിസിഷൻസും. അതുപോലെ കസ്റ്റം, നമുക്ക് ഉണ്ടാകുന്ന ഒരു കസ്റ്റം, ആ കസ്റ്റം ലോയാണ്. അതുപോലെ തന്നെ കൺവെൻഷനലായിട്ടുള്ള ലോകൾ, കൺവെൻഷനലായിട്ട് പാരമ്പര്യമായിട്ട് മാറി വരുന്ന നിയമങ്ങൾ. ആ നിയമങ്ങളും എന്താണ്? നമുക്ക് നിയമങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ്. അതൊക്കെ നിയമത്തിൻ്റെ കണ്ടൻറ്റുകളാണ്. ഹിന്ദു ലോ, മുസ്ലിം ലോ, അങ്ങനെയുള്ള നിയമങ്ങൾ കൺവെൻഷനലി നമുക്ക് വരുന്ന എന്താണ്? നിയമങ്ങളായി മാറിയതാണ്. നോക്കൂ, ഇതാണ് നിയമത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നിയമം നമ്മുടെ സ്റ്റേറ്റ് ലോ ഓഫ് സ്റ്റേറ്റ്, നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ലോ ഓഫ് സ്റ്റേറ്റ്, രാജ്യത്തിൻ്റെ നിയമങ്ങൾ ക്ലാസിഫൈഡ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ട് രണ്ടായിട്ടാണ്. അതായത് ക്രിമിനൽ ലോ ആൻഡ് സിവിൽ ലോ. സിവിൽ ലോ അല്ലെങ്കിൽ ആൻഡ് ക്രിമിനൽ ലോ. എന്താണ് സിവിൽ ലോ? സിവിൽ ലോ ഡിക്ലെയർ സം റൈറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പേ. സിവിൽ ലോ പറയണത് കുറച്ച് റൈറ്റും ലയബിലിറ്റീസും. ലയബിലിറ്റി മീൻസ് ലീഗലി റെസ്പോൺസിബിൾ ആണ് അവൻ, അത് ചെയ്യാൻ ലീഗലി റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് സിവിൽ ലോ പറയുന്നത്. ഒരു വ്യക്തിയുടെ കുറച്ച് അവകാശങ്ങളും അവൻ്റെ റെസ്പോൺസിബിലിറ്റിയുമാണ് സിവിൽ ലോ പറയുന്നത്. സിവിൽ ലോ എൻഫോഴ്സ് ചെയ്യുന്നത് സിവിൽ കോടതിയിലാണ്. എൻഫോഴ്സ് ചെയ്യുക എന്ന് വെച്ചാൽ നടപ്പിലാക്കുക. ഇനി അടുത്തത് നോക്കൂ, എന്താണ് ക്രിമിനൽ ലോ? ക്രിമിനൽ ലോ എന്ന് പറയുന്നത്, ക്രിമിനൽ ലോ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ക്രിമിനൽ ലോ പ്രൊഹിബിറ്റ്സ് certain acts and omission of and prescribed പണിഷ്മെൻറ്റ് ഫോർ വയലേറ്റിംഗ് സച്ച് പ്രൊഹിബിറ്റഡ് ആക്ട്. ഇത് ഇത്രയും കുറച്ച് വലുതായിട്ട് എഴുതിയേ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് അത് വലുതാക്കി എഴുതിയത്. എന്താണ് ക്രിമിനൽ ലോ? ഇത്രയേ ഉള്ളൂ. അതായത് ക്രിമിനൽ ലോ തടസ്സപ്പെടുത്തുന്നു അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യുന്നു. എന്തിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു? ചില പ്രവർത്തികളെയും അതുപോലെ ചില ഒമിഷനുകളെ, ഒമിഷൻ വെച്ചാൽ ഒഴിവാക്കുകയും ചെയ്യുന്ന പ്രവർത്തികളെയും എന്ത് ചെയ്യുന്നു? നിരോധിക്കുന്നു. അങ്ങനെ നിരോധിച്ച പ്രവർത്തികൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അവരത് വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പണിഷ്മെൻറ്റ് നൽകുന്നു. അതായത് ഇത്രയേ ഉള്ളൂ. നിയമപ്രകാരം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തികൾ ആരെങ്കിലും ചെയ്താൽ അവർക്ക് പണിഷ്മെൻറ്റ് നൽകുന്നു. ഈ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ക്രിമിനൽ കോടതികളാണ്. ഇത്രയുമാണ് നമ്മുടെ നിയമത്തിൻ്റെതായ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ഇനി എന്താണ് നമ്മൾ ടോർട്ട് എന്ന് പഠിക്കുവാണ്. ടോർട്ട് എന്ന് പറയുന്നത് ഇത് ഈസ് എ ബ്രാഞ്ച് ഓഫ് സിവിൽ ലോ. ഈ സിവിൽ ലോയും ക്രിമിനൽ ലോയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനാണ് നമ്മളിത് പറഞ്ഞത്. ടോർട്ട് എന്ന് പറയുന്നത്, ടോർട്ട് ഈസ് എ ബ്രാഞ്ച് ഓഫ് സിവിൽ ലോ. സിവിൽ ലോയുടെ ഒരു ബ്രാഞ്ചാണ് ടോർട്ട്.
ടോർട്ട്. ദ വേർഡ് ടോർട്ട് ഹാസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ടോർട്ടം വിച്ച് മീൻസ് ട്വിസ്റ്റഡ് ഓർ ക്രൂക്കഡ്. അതായത് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വേർഡ് ടോർട്ട് ഡിറൈവ്ഡ് ചെയ്ത് വന്നിട്ടുള്ളത് എങ്ങനെയാണ്? ദ വേർഡ് ടോർട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ടോർട്ടം വിച്ച് മീൻസ് ട്വിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രൂക്കഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നോക്കൂ, ഇനി അടുത്ത പേജ്. ഈ ടോർട്ടിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ പറഞ്ഞത് ആരാണ്? അല്ലെങ്കിൽ നല്ലൊരു ആധികാരികമായ ഒരു ഡെഫിനിഷൻ, 2-3 ഡെഫിനിഷൻ ഉണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. സാൽമണ്ട് പറഞ്ഞതാണ്. സാൽമണ്ട് എന്ന് പറഞ്ഞ ജൂറിസ്റ്റാണ്. ജൂറിസ്റ്റ് എന്ന് പറഞ്ഞ നിയമജ്ഞൻ എന്നാണ്, അതായത് നിയമകാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആൾ. സാൽമൺ ഡിഫൈൻ ടോർട്ട് ആസ് എ സിവിൽ റോങ്. അദ്ദേഹം പറയുന്നത് ടോർട്ട് ഒരു സിവിൽ റോങ് ആണ്. എന്താണ്? വിച്ച് ഇസ് റെമഡീസ് കോമൺ ലോ ആക്ഷൻ ഫോർ അൺലിക്വിഡേറ്റഡ് ഡാമേജ്. അതായത് നമുക്ക് അനുനിയന്ത്രിതമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോഴും, പിന്നെ അതുപോലെ തന്നെ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് സംഭവിക്കുമ്പോഴും, അല്ലെങ്കിൽ ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് സംഭവിക്കുമ്പോഴും, ആരെങ്കിലും നമ്മൾ വിശ്വസിച്ചു ട്രസ്റ്റ് സംഭവിക്കുമ്പോഴും, അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നടപ്പിലാക്കുന്ന ഒരു നിയമമാണ്, അല്ലെങ്കിൽ അതിനെയാണ് ടോർട്ട് എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ ഒരു ഒബ്ലിഗേഷനാണ് ടോർട്ട്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സാൽമണ്ട് ഡിഫൈൻ ചെയ്യുന്നത് സിവിൽ റോങ് തന്നെയാണ്. സിവിൽ റോങ് എങ്ങനെയുള്ള സിവിൽ റോങ് ആണ്? അതായത് നമുക്കെപ്പോഴും അനിയന്ത്രിതമായ നാശനഷ്ടങ്ങൾ വരികയും, അതുപോലെ തന്നെ പിന്നെ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, അനിയന്ത്രിതമായ നാശനഷ്ടങ്ങൾ വരികയും, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് വരികയും, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വരികയും ചെയ്യുമ്പോൾ, അപ്പം അതിനെതിരായ അതിന് നമുക്ക് റെമഡി കിട്ടട്ടെ. അപ്പം ആ റെമഡി കിട്ടുമ്പോൾ നമ്മൾ അത് ഏത് നിയമപ്രകാരമാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെയാണ് ടോർട്ട് പറയുന്നതെന്നാണ് സാൽമൺ പറയുന്നത്. നോക്കൂ, അടുത്തത് നോക്കൂ. ദ പ്രിൻസിപ്പൽ എയിം ഓഫ് ടോർട്ട്. എന്താണ് ടോർട്ടിൻ്റെ ഒരു പ്രിൻസിപ്പൽ എയിം എന്ന് പറയുന്നത്? ദ പ്രിൻസിപ്പൽ എയിം ഓഫ് ലോ ഓഫ് ടോർട്ട് ഈസ് ദ കോമ്പൻസേഷൻ ഫോർ വിക്ടിംസ് ഫോർ ദെയർ ഡിപ്പെൻഡൻറ്റ്. അതായത് എന്താണ് ഈ പ്രിൻസിപ്പൽ എയിം എന്ന് പറയുന്നത്? എന്താണ് ഈ പ്രിൻസിപ്പൽ എയിം ഓഫ് ദ ടോർട്ട് എന്ന് പറയുന്നത്? ഒരു കോമ്പൻസേഷൻ, അതായത് ഇരയ്ക്ക് കോമ്പൻസേഷൻ നൽകുക എന്നുള്ളതാണ്. ഡിപ്പെൻഡൻ്റ് അല്ല, ഡിഫെൻഡൻ്റ് ആണ്. അതായത് പ്രതിഭാഗം അല്ലെങ്കിൽ എതിർകക്ഷി, അതായത് ഒരു വിക്ടിമിന്, അതായത് ഇരയ്ക്ക് കോമ്പൻസേഷൻ നൽകുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ അതായത് പ്രിൻസിപ്പൽ എയിം എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒരു മനുഷ്യന്, വിക്ടിമിന് കോമ്പൻസേഷൻ നൽകുക, അതാണ് ഉദ്ദേശിക്കുന്നത്. സിവിൽ കേസാണല്ലോ. ഒബ്ജക്റ്റീവ് ഓഫ് ലോ ഓഫ് തോട്ട് എന്താണ്? ഒരു ലോ ഓഫ് തോട്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കൂ. എയിം പറഞ്ഞു കഴിഞ്ഞു, അടുത്ത ഒബ്ജക്റ്റീവ്സ് നോക്കൂ. ടു ഡിറ്റർമൈൻ ദ റൈറ്റ് ബിറ്റ്വീൻ പാർട്ടീസ് ടു ഡിസ്പ്യൂട്ട്. അതായത് ഡിറ്റർമൈൻ ചെയ്യുന്നു റൈറ്റ് ബിറ്റ്വീൻ പാർട്ടീസ് ആൻഡ് ഡിസ്പ്യൂട്ട്. അതായത് പാർട്ടികളും അവരുടെ തമ്മിലുള്ള തർക്കങ്ങളുടെയും അവകാശങ്ങളെ എന്ത് ചെയ്യുന്നു? അവകാശങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. ടു പ്രൊട്ടക്റ്റ് സർട്ടൻ റൈറ്റ് റിക്കഗ്നൈസ്ഡ് ബൈ ലോ. നിയമപ്രകാരം നമുക്ക് തരുന്ന അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ, ടു പ്രിവെൻറ്റ് ദ കണ്ടിന്യൂഷൻ ഓർ റിപ്പീറ്റേഷൻ ഓഫ് ഹാം. അതായത് പ്രിവെൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ തടസ്സപ്പെടുത്തുക, തുടർച്ചയായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഹാമുകളെ, അതായത് അപകടങ്ങളെ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പറയുന്നത് ഹാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ? പരിക്ക് അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ പ്രിവെൻറ്റ് ചെയ്യിക്കുന്നു. അതുപോലെ റീസ്റ്റോർ ദ പ്രോപ്പർട്ടി ടു ഇറ്റ്സ് റൈറ്റ്ഫുൾ ഓണർ. അതായത് റീസ്റ്റോർ ചെയ്യുക, അതായത് ഇറ്റ്സ് റൈറ്റ്ഫുൾ ഓണർ. അതായത് അവരവരെ വസ്തുക്കൾ യഥാർത്ഥ അവകാശിയിൽ നിന്ന് സംരക്ഷിച്ചു വയ്ക്കുക. എൻ്റെ വസ്തു സംരക്ഷിച്ചു വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി നോക്കൂ, സ്കോപ്പ് ഓഫ് ടോർട്ട്. ഇനി ഈ മറ്റു നിയമങ്ങളുമായിട്ട് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ടോർട്ടിൻ്റെ. സ്കോപ്പ് ഓഫ് ടോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ടോർട്ടും കോൺട്രാക്റ്റ് ആക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ടോർട്ടും കോൺട്രാക്റ്റ് ആക്റ്റും തമ്മിലുള്ള വ്യത്യാസം. ടോർട്ട് ഇൻ കോൺട്രാക്റ്റ് നമ്മൾ പഠിച്ചു. ദ പാർട്ടീസ് ഫിക്സ് ദ ഡ്യൂട്ടീസ്. പാർട്ടികൾ ഓൾറെഡി ഡ്യൂട്ടി ഫിക്സ് ചെയ്തിരിക്കും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ. ദംസെൽഫ് വെയർ ഇൻ ടോർട്ട് ലോ ഫിക്സ്ഡ് ദ ഡ്യൂട്ടീസ്. ടോർട്ടിൽ ലോ ഫിക്സ് ചെയ്ത ഡ്യൂട്ടി അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കോൺട്രാക്റ്റ് ആക്ടിൻ്റെ പ്രത്യേകത, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കും ഇന്ന രീതിയിൽ പെർഫോം ചെയ്യണം, ഇന്ന രീതിയിൽ പെർഫോം ചെയ്യണമെന്ന്. ടോർട്ടിൽ അങ്ങനെയല്ല. ടോർട്ടിൽ ഓൾറെഡി ഒരു ഡ്യൂട്ടി ഫിക്സ് ചെയ്തിരിക്കും. രണ്ടാമത്തെ നോക്കൂ,
Contract stipulates that only the parties to the contract can sue and to be sued. അതായത് കോൺട്രാക്റ്റ് സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഒഴിവായി വരുന്നത്, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവാകുന്നത് പാർട്ടികൾ, ഈ കോൺട്രാക്റ്റിലെ പാർട്ടികൾ സൂ ചെയ്യുമ്പോൾ, കേസ് ഫയൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യപ്പെടുമ്പോഴോ ആണ് ഈ കോൺട്രാക്റ്റ് മാറിപ്പോകുന്നത്. ഇതിൽ ടോട്ടലാണെങ്കിൽ പ്രിവിറ്റി ഈസ് നോട്ട് നീഡ് ടു ഇൻ ഓർഡർ ടു സ്യൂ ഫോർവേഡ്. അതായത് പ്രിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി ടോർട്ട് വന്നു കഴിഞ്ഞാൽ മാറാൻ പറ്റത്തില്ല. കോൺട്രാക്റ്റിൽ വ്യക്തികൾക്ക് മാറാം. ഞാനും നിങ്ങളും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കോൺട്രാക്റ്റ് പിടിക്കുന്നില്ല എങ്കിൽ, എനിക്ക് ഇത് കോൺട്രാക്റ്റ് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് അതിൽ നിന്ന് മാറാം. പക്ഷേ ടോർട്ടിൽ അങ്ങനെ മാറാൻ പറ്റില്ല, വ്യക്തിപരമായിട്ട് മാറാൻ പറ്റില്ല. ഓൾറെഡി ഫിക്സ്ഡ് ബൈ ഡ്യൂട്ടി അല്ലേ, ഡ്യൂട്ടി ഓൺ ടു ബൈ. അതുപോലെ കോൺട്രാക്റ്റിൽ എന്താ പറയുന്നത്, ഡ്യൂട്ടി ഈസ് ഓൺ ടു ഡെഫിനിറ്റ് എ പേഴ്സൺ. അതായത് ഡ്യൂട്ടി യൂസ് ഡെഫിനിറ്റ് ഇൻ ദ കേസ് ഓഫ് എ കോൺട്രാക്റ്റ് ദ ഡ്യൂട്ടി ഈസ് ഓൺ ടു എ ഡെഫിനിറ്റ് പേഴ്സൺ. ഒരു കോൺട്രാക്റ്റിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിക്കാണ്. കാരണം കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന ഞാനും നിങ്ങളും തമ്മിൽ, അപ്പോൾ എനിക്കും ഡ്യൂട്ടി ഉണ്ട്, നിങ്ങൾക്കും ഡ്യൂട്ടി ഉണ്ട്, ഡെഫിനിറ്റ് വ്യക്തികൾക്കാണ്. പക്ഷേ ഇൻ ടോർട്ട് ഡ്യൂട്ടി ഈസ് ഓൺ ടു ദ കമ്മ്യൂണിറ്റി ലാർജ്. ടോർട്ടിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഇൻ ലാർജാണ്, എല്ലാവർക്കും കോമൺ ഡ്യൂട്ടിയാണ് ഈ ടോർട്ടിൽ ചെയ്യുന്നത്. അതിൻ്റെ പറയുന്നത് ഡ്യൂട്ടി ഇൻ റെം എന്നാണ് പറയുന്നത്. ഡ്യൂട്ടി ഇൻ റെം എന്ന് പറയുന്നത് എന്താണ്, അല്ലെ റൈറ്റ് ഇൻ റെം എന്ന് പറയുന്നത് എന്താണ്, ആൻ ഒബ്ലിഗേഷൻ ഓൺ ടു പീപ്പിൾ ഇൻ ജനറലി. ഒബ്ലിഗേഷൻ ജനറലി അല്ലെ എല്ലാ ജനങ്ങൾക്കും ബാധകമാണ്. അതുപോലെ നോക്കൂ, കോൺട്രാക്റ്റ് റെമഡി മേ ബി ഇൻ ദ ഫോം ഓഫ് ലിക്വിഡേറ്റഡ്. അതായത് കോൺട്രാക്റ്റിൽ റെമഡി എന്ന് വെച്ചാൽ, ഞാൻ കോൺട്രാക്റ്റ് ഒരു ഇൻഫ്രിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെമഡി നമുക്ക് കണക്കാക്കാം. എനിക്ക് വന്ന നഷ്ടം നിങ്ങൾ നികത്തണം, എനിക്ക് ഇത്ര നഷ്ടമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ടോർട്ടിൽ എന്ന് പറയുന്നത് അൺലിക്വിഡേറ്റഡ് ആണ്. കാരണം നമുക്ക് എത്രത്തോളം നഷ്ടം വന്നു എന്ന് നമുക്ക് ചിലപ്പോഴേ കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് അൺലിക്വിഡേറ്റഡ് ആണ്, നമുക്ക് കണക്കാക്കാൻ പറ്റത്തേയില്ല. ഇതാണ് കോൺട്രാക്റ്റ്. ടോർട്ടും കോൺട്രാക്റ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇത്രേ ഉള്ളൂ. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബാധ്യതകളും ഒരുപാട് ലീഗലി റെസ്പോൺസിബിലിറ്റിയും ഉണ്ടാകാറുണ്ട്. ഉണ്ടാകുന്നുള്ളൂ. ടോർട്ട് അങ്ങനെയല്ല. ടോർട്ട് ഒരു ആക്ട് നടന്നു കഴിഞ്ഞാൽ ആ ആക്ട് ഒരു ഡ്യൂട്ടി വയലേഷൻ ആണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, നെഗ്ലിജൻസ്, നമുക്കതിന് പ്രശ്നം ഉണ്ടാവും. ഇനി അടുത്ത ടോർട്ടും ക്രൈമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇൻ ടോർട്ട് the action is brought in the court by injured party to obtain compensation. ടോർട്ടിലാണെങ്കിൽ the action brought to the court by injured party to obtain compensation. അതായത് ആർക്കാണോ ഇഞ്ചുറി പറ്റിയത് അവർക്കാണ് എന്ത് ചെയ്യുന്നത്, അവരാണ് കോമ്പൻസേഷൻ നേടിയെടുക്കുന്നത്. ക്രൈമിൽ അത് പ്രൊസീഡിങ് ചെയ്യുന്നത് സ്റ്റേറ്റാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ടോർട്ട് ആക്റ്റിൽ എനിക്കൊരു ഡാമേജ്, എന്നാൽ വേറൊരാൾക്കൊരു ഡാമേജ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡാമേജ് പറ്റിയ ആൾക്കാണ് കോമ്പൻസേഷൻ ഞാൻ കൊടുക്കേണ്ടത്. ക്രൈമിൽ അങ്ങനെയല്ല. ക്രൈമിൽ എന്താണ്, കണ്ടക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ്. അതാണ് ക്രിമിനൽ കേസുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്ന സ്റ്റേറ്റാണ്. അത് സ്റ്റേറ്റിൻ്റെ ഒരു ലയബിലിറ്റിയാണ്. അതുപോലെ രണ്ടാമത്തെ നോക്കൂ, ഇത് എയിം ഓഫ് ലിറ്റിഗേഷൻ ഇൻ ടോർട്ട് ഈസ് ഓൾ ദ ഇഞ്ചേർഡ് പാർട്ടിയാണ്. എയിം ഓഫ് ലിറ്റിഗേഷൻ, അതായത് കേസിൻ്റെ എയിം എന്ന് പറയുന്നത് ഇഞ്ചേർഡ് ആയ വ്യക്തിയാണ് നടത്തുന്നത്, ലക്ഷ്യം. ഇത് അടുത്തത് ഇതിലാണെങ്കിലോ, ക്രൈമിലാണെങ്കിലോ ദ ഒഫൻഡർ ഈസ് പണിഷബിൾ ബൈ ദ സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി. ഒഫൻഡറെ, അതായത് കുറ്റവാളിയെ പണിഷ് ചെയ്യുന്നത് സമൂഹത്തിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയാണ്, സമൂഹത്തിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടി ക്രൈമിൽ ചെയ്യുന്നത്. അടുത്തത് ടോർട്ട് ഒരു ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് സിവിൽ റൈറ്റ്സ് ആണ്. ടോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തിക്കുള്ള ഒരു സിവിൽ റൈറ്റിനെ ഇൻഫ്രിഞ്ച് ചെയ്യുക അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നതാണ്. ക്രൈം എന്ന് പറയുന്നത് ഒരു പബ്ലിക് റൈറ്റിൻ്റെ ബ്രീച്ച് ഓഫ് എ പബ്ലിക് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ്. അതായത് ഒരു ബ്രീച്ചാണ്. ബ്രീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, ഒരു ലംഘനമാണ്. എന്തിൻ്റെ? പബ്ലിക് റൈറ്റിൻ്റെയും ഡ്യൂട്ടിയുടെയും ലംഘനമാണ്. അത് എന്തിനെയാണ് ബാധിക്കുന്നത്? കമ്മ്യൂണിറ്റിനെയാണ് ബാധിക്കുന്നത്. ടോർട്ട് വ്യക്തികളെയാണ് ബാധിക്കുന്നത്. അടുത്ത് നോക്കൂ, പാർട്ടീസ് ഇൻവോൾവ് ഇൻ ദ ക്രിമിനൽ കേസ് ആർ ദ പ്രോസിക്യൂഷൻ വേഴ്സസ് അക്യൂസ്ഡ് പേഴ്സൺ. പാർട്ടീസ് ക്രിമിനൽ കേസിനകത്ത് എപ്പോഴും പാർട്ടീസ് എന്ന് പറയുന്നത് ആരൊക്കെ ആയിരിക്കും? പ്രോസിക്യൂഷനും അക്യൂസ്ഡ് പേഴ്സണും ആയിരിക്കും. ഗവൺമെൻറ് അഡ്വക്കേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ ക്രിമിനൽ കേസുകളിൽ എപ്പോഴും ബാധിക്കുന്നത് ഗവൺമെൻറ് അഡ്വക്കേറ്റ്, വാദി ഗവൺമെൻറ് ആയിരിക്കും. കാരണം അത് സമൂഹത്തിനെതിരായിട്ടുള്ള കുറ്റമെന്നാണ് കണക്കാക്കുന്നത്. അക്യൂസ്ഡ് പേഴ്സണും ഉണ്ടാവും, അക്യൂസ്ഡും ഉണ്ടാവും, അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ഉണ്ടാവും. അക്യൂസ്ഡ് വേഴ്സസ് ദ പ്രോസിക്യൂഷനാണ്. അക്യൂസ്ഡ് രണ്ടാമത് വരും.
ഇൻ ടോർട്ട് പാർട്ടീസ് ആർ ദ പ്ലെയിൻറ്റിഫ് വേഴ്സ് ഡിഫെൻഡൻറ്റ്. ടോർട്ടിനകത്താണ് പ്ലെയിൻറ്റിഫും ഡിഫെൻഡൻറ്റും എന്നാണ് പറയുന്നത്. പ്ലെയിൻറ്റിഫ് വാദിയെന്നും ഡിഫെൻഡൻറ്റ് പ്രതിഭാഗമെന്നുമാണ് പറയുന്നത്. വാദിഭാഗമെന്നും അതുപോലെ ഓപ്പോസിറ്റ് പാർട്ടി എതിർകക്ഷി എന്നാണ്. പരാതിക്കാരനും എതിർകക്ഷിയും എന്നാണ് പറയുന്നത്. ഇനി ടോർട്ട് എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, എങ്ങനെയാണ് ടോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് നോക്കൂ. Constitute of tort. The law of tort is an instrument to enforce reasonable behavior and respect in the right and interest to another. അതായത് നോക്കൂ, the law of tort is an instrument to enforceable behavior and respect the right and interest of one another. ലോ ഓഫ് ടോർട്ട് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു എൻഫോഴ്സ് റീസണബിൾ ബിഹേവിയർ. ടോർട്ട് ഒരു റീസണബിൾ ബിഹേവിയർ ഇൻസ്ട്രുമെൻറ്റ് ചെയ്യുവാനുള്ള ഒരു ഉപാധിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ഇൻട്രസ്റ്റ് ഗീവ് റൈറ്റ്സ് ടു ലീഗൽ റൈറ്റ്സ് വിത്തിൻ ദ കറസ്പോണ്ടിങ് ലീഗൽ ഡ്യൂട്ടി. അതായത് ഒരു ലീഗൽ റൈറ്റ്സും ഒരു ലീഗൽ ഡ്യൂട്ടിയും കൂടെ കറസ്പോണ്ടൻറ്റ് ചെയ്താണ് ഈ ടോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആൻ ആക്ട് വിച്ച് ഈസ് ഇൻഫ്രിജ്മെൻറ്റ് ലീഗൽ റൈറ്റ്സ്. ഒരു പ്രവൃത്തി നമ്മൾ ഇൻഫ്രിജ് ചെയ്യുന്നു, അതായത് തടസ്സപ്പെടുത്തുന്നു ലീഗൽ ഡ്യൂട്ടിക്ക് വേണ്ടി, അതും അതുപോലെ തന്നെ ആൻ ആക്ട് ഇൻഫ്രിജ് ലീഗൽ റൈറ്റ്. റോങ്ഫുൾ ആക്ട്, ഒരു ലീഗൽ റൈറ്റിനെ ഒരു മോശമായ പ്രവൃത്തി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലീഗൽ ആക്ടിനെ നമ്മൾ തടസ്സപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഇതിനെതിരായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ടോർട്ടിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും നമ്മൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, ഒരു ബേസ് മനസ്സിലാക്കാൻ വേണ്ടി. അടുത്തത് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ടോർട്ട് ഓഫ് സിവിൽ ഇഞ്ചുറി. ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ടോർട്ട് ഇൻ സിവിൽ ഇഞ്ചുറി. ആ സിവിൽ ഇഞ്ചുറി ആയിട്ടാണ് ടോർട്ടിനെ എന്ത് ചെയ്തിരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെയർ മസ്റ്റ് ബി റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ. പ്രധാനമായിട്ടും വേണ്ടത് ഒരു റോങ്ഫുൾ ആക്റ്റോ ഒരു ഒമിഷനോ ഉണ്ടായിരിക്കണം. ദെയർ മസ്റ്റ് ബി റോങ്ഫുൾ ആക്റ്റും ഒരു ഒമിഷൻ ഉണ്ടായിരിക്കണം. ഒമിഷൻ എന്ന് പറയുന്നത് ഒഴിവാക്കൽ. അതുപോലെ രണ്ടാമത്തേത് റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ മസ്റ്റ് ബി ഗീവ് റൈസ് ദ ലീഗൽ ഡാമേജ്, ആക്ച്വൽ ഡാമേജ്. ഈ റോങ്ഫുൾ ആക്ട് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒമിഷൻസ് കൊണ്ട് ലീഗൽ ഡാമേജസും അല്ലെങ്കിൽ ആക്ച്വൽ ഡാമേജസും ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ നോക്കൂ, റോങ്ഫുൾ ആക്ട് നാച്ചർ ടു ഗീവ് റൈസ് ടു ലീഗൽ റെമഡി ഫ്രം ആക്ഷൻ ഓഫ് ഡാമേജ്. റോങ്ഫുൾ ആക്ട് മസ്റ്റ് ബി സച്ച് എ നാച്ചർ ഓഫ് ഗീവ് റൈസ് ലീഗൽ റെമഡീസ് ഇൻ ഫോം ഓഫ് ആക്ഷൻ ആൻഡ് ഡാമേജസ് ഉണ്ടായിരിക്കണം. അത് ഇനി ഇതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. അപ്പം നോക്കൂ, റോങ്ഫുൾ ആക്ട് എന്ന് വെച്ചാൽ എന്താണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതെന്ന് പറയുന്നത് ടോർട്ട് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ടോർട്ട് ഓർ സിവിൽ ഇഞ്ചുറി. ദെയർഫോർ, അത് ഈ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന സിവിൽ ഇഞ്ചുറി എന്നാണ്. അതിനാൽ എന്തൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ സിവിൽ ഇഞ്ചുറി ആണെന്ന് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ദെയർ മസ്റ്റ് ബി എ റോങ്ഫുൾ ആക്ട് അവിടെ നടന്നിരിക്കണം, അല്ലെങ്കിൽ ഒമിഷൻ അവിടെ നടക്കുന്ന ഒഴിവാക്കൽ അവിടെ നടന്നിരിക്കണം. രണ്ടാമത്തത് റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ മസ്റ്റ് ബി ഗീവ് റൈസ് ടു ലീഗൽ ഡാമേജ്. നമ്മൾ റോങ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്റ്റും ഒമിഷനും ലീഗൽ ഡാമേജസോ ആക്ച്വൽ ഡാമേജസോ അവിടെ ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് ടു ഗീവ് റൈസ് എ ലീഗൽ റെമഡി ഇൻ ഫോം ഓഫ് ആക്ഷൻ ഓർ ഡാമേജസ്. റോങ്ഫുൾ ആക്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്തിരിക്കണം, ഏത് തരത്തിലുള്ള റോങ്ഫുൾ ആക്ട് ആയിരിക്കണം, ലീഗൽ റെമഡി നമുക്ക് റൈസ് ചെയ്യത്തക്ക തരത്തിലുള്ള ആക്ട് ആയിരിക്കണം, എന്നെങ്കിലും നമുക്കത് കിട്ടുള്ളൂ. അടുത്ത നോക്കാം, ഇത് എന്താണെന്ന് പറയുക. ആൻ ആക്ട് വാട്ട് ഈസ് എ റോങ്ഫുൾ ആക്ട്? ആൻ ആക്ട് ഓർ ഒമിഷൻ ദാറ്റ് പ്രിജുഡീഷ്യലി എഫക്റ്റ് ഓൺ ലീഗൽ റൈറ്റ്. അതായത് പ്രിജുഡീഷ്യലി സച്ച് ലീഗൽ വയലേറ്റ് ആയിട്ട് റോങ് ആക്ട് ഈസ് കാൾഡ് ആസ് ആക്ടസ് റീ. അതായത് ഒരു ആക്റ്റോ ഒരു ഒമിഷനോ നമ്മളെ ലീഗൽ റൈറ്റിനെ ബാധിക്കുന്നതിനെയാണ് റോങ്ഫുൾ ആക്ട് എന്ന് പറയുന്നത്. അതിനെ വയലേറ്റ് റോങ്ഫുൾ ആക്ടിനെ പറയുന്ന ഒരു ആക്ടസ് റിയാസ് എന്നാണ്. നമ്മൾ ആക്ടസ് റിയസ് അത് നമ്മൾ IPC പഠിക്കും. ദിസ് ലൈബിലിറ്റി, ഇങ്ങനെയുള്ള ലൈബിലിറ്റികൾ അറൈസ് വെൻ ആക്ട് എമൗണ്ട് ടു ദ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ലീഗൽ പ്രൈവറ്റ് ബ്രീച്ച്. അതായത് പ്രൈവറ്റ് റൈറ്റ് ബ്രീച്ച് ചെയ്യുന്നു, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻ ആക്ട് വിച്ച് ഇസ് ഫസ്റ്റ് അപ്പിയേഴ്സ് ടു ബി ബിക്കം ടോർഷോസ് ഇഫ് ഇൻവാൽവ്ഡ്. അതായത് ടോർഷ്യസ് ഇഫ് ഇറ്റ് ഈസ് ഇൻവൈഡ് ദ ലീഗൽ റൈറ്റ് ടു അനദർ പേഴ്സൺ. അതായത് ആക്ട് ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത് ഇന്നസെൻറ്റ് മേ ബിക്കം എ ടോർഷ്യസ് ഇഫ് ഇറ്റ്. അതിന് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കൂ, ദ ട്രെസ്പാസ് ഈസ് ഓൺ ലാൻഡ് വിച്ച് ഒബ്സ്ട്രക്ട്സ് ലൈറ്റ് ടു ദ നൈബേഴ്സ് ഹൗസ്. അതായത് നമ്മളുടെ വീട്ടിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നത് മുമ്പ്, ഞാൻ എൻ്റെ സ്ഥലത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള അയൽവാസിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു എങ്കിൽ കൂടിയും അത് ടോർട്ടായിട്ട് പരിഗണിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഭൂമിയിൽ അയൽവക്കക്കാരന്
പ്രകാശം കിട്ടാത്ത രീതിയിൽ എന്തെങ്കിലും തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവൻ്റെ പ്രകാശത്തെ തടസ്സപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതും എന്താണ്, ടോർട്ടാണ്. കാരണം ഞാൻ എൻ്റെ വസ്തു ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അടുത്ത ഡാമേജ് എന്താണ്? മണി അവാർഡ് ടു കോർട്ട്, അതായത് ഒരു സം ഓഫ് മണി അവാർഡ്. ഡാമേജ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പകരം പണം തരുന്ന പരിപാടി. ഡാമേജ് മീൻസ് ലോസ് ഹാം സഫേർഡ് പേഴ്സൺ റിസൾട്ട് ഓഫ് ആക്ട് ആണ്. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് അയാൾക്ക് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കോമ്പൻസേഷൻ തരുന്നു. ലീഗൽ ഡാമേജസ് ഡാമേജ് ഈസ് നോട്ട് സെയിം ആസ് ആക്ച്വൽ ഡാമേജ്. അതായത് ഡാമേജ് ആക്ച്വൽ ഡാമേജുമായിട്ട് സെയിം ആയിട്ടല്ല, ചിലപ്പോൾ കയറിയും ഇറങ്ങിയും വരും. റിയൽ സിഗ്നിഫിക്കൻസ് അത് വേണ്ട. അടുത്തത് ഈ റിയൽ സിഗ്നിഫിക്കൻസ് ഓഫ് ലീഗൽ ഡാമേജ് ഇല്ലിസ്ട്രേറ്റ് വരും. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ ലീഗൽ ഡാമേജിൻ്റെ യഥാർത്ഥ സിഗ്നിഫിക്കൻസ് എന്താണ് നോക്കൂ. ദ റിയൽ സിഗ്നിഫിക്കൻസ് ഓഫ് ലീഗൽ ഡാമേജസ് രണ്ട് പ്രധാനപ്പെട്ട മാക്സിമിലാണ് നമുക്ക് ലീഗൽ ഡാമേജ് ഇല്ലിസ്ട്രേറ്റ് ചെയ്തു വരുന്നത് അല്ലെങ്കിൽ ചിത്രീകരിച്ച് പറയുന്നത്. ഒന്ന്, ഇഞ്ചുറി സൈൻ ഡാമിനം ആൻഡ് ഡാമിനം സൈൻ ഇഞ്ചൂറിയ. ഇഞ്ചുറിയ സൈൻ ഡാമിനം ആൻഡ് ഡാമിനം സൈൻ ഇഞ്ചൂറിയ. വാട്ട് ഈസ് ഇഞ്ചുറിയ സൈൻ ഡാമിനം? ഇഞ്ചുറി ഉണ്ടാവും, ഡാമേജ് ഇല്ല. അതാണ് ഇഞ്ചുറി സൈൻ ഡാമിനം. ഇഞ്ചുറി സൈൻ ഡാമിനം എന്ന് പറയുന്നത് ഈസ് എ പേഴ്സൺസ് ലീഗൽ റൈറ്റ് വയലേറ്റഡ്. ഒരാളുടെ ഉറപ്പായിട്ടും ഒരു വ്യക്തിയുടെ ലീഗൽ റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്തു. ബട്ട് ദ പേഴ്സൺ മേ നോട്ട് ഹാവ് സഫേർഡ് ദ ഡാമേജ്. പക്ഷേ അയാൾക്ക് വ്യക്തിക്ക് ഡാമേജ് ഒന്നും ഉണ്ടായില്ല, പക്ഷേ അയാളുടെ ലീഗൽ റൈറ്റ് അവിടെ എന്ത് ചെയ്തു? വയലേറ്റ് ചെയ്തു. അതുപോലെ ഇൻ ദിസ് കേസ് പേഴ്സൺ ഡു നോട്ട് ഹാവ് പ്രൂവൻ ഡാമേജ്. ഇങ്ങനെയുള്ള കേസുകളിൽ വ്യക്തികൾക്ക് ഡാമേജ് പ്രൂവ് ചെയ്യേണ്ട. എനിക്ക് ഡാമേജ് ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി എൻ്റെ ലീഗൽ റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താണ്? അത് ടോർട്ടബിൾ ആണ്. ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഷോ ദാറ്റ് ലീഗൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തോ ഇല്ലെന്ന് മാത്രം എനിക്ക് അവിടെ തെളിയിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ കേസിലോ നോക്കൂ. റെഫ്യൂഷൽ ടു രജിസ്റ്റർ എ വോട്ട് ടു വിത്ത് ഹെൽഡ് ആൻഡ് ഇഞ്ചുറി പെർസി ഈവൻ വെൻ ദ ഫേവറേറ്റ് കാൻഡിഡേറ്റ് ഓൺ ദ ഇലക്ഷൻ. ആഷ്ബി വേഴ്സസ് വൈറ്റ് ഫേമസ് കേസാണ്. നോക്കൂ, ഇതെന്തെന്നറിയാമോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരാൾക്ക് ഡാമേജ് ഉണ്ടായിട്ടില്ലെങ്കിലും അയാളെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടോർട്ട് ലോ പ്രകാരം തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ആഷ്ബി വേഴ്സസ് വൈറ്റ് എന്ന് പറയുന്നത്, ആഷ്ബി വേഴ്സസ് വൈറ്റിൽ ഈ ആഷ്ബി എന്ന് പറഞ്ഞ ആൾ അല്ലെങ്കിൽ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അയാൾക്ക് എന്തോ കാരണങ്ങൾ കൊണ്ട് വോട്ട് ചെയ്യുന്നത് നിഷേധിച്ചു അയാളുടെ. പക്ഷേ എന്ത് ചെയ്തു? ഇയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇയാൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച കാൻഡിഡേറ്റ് അവിടെ പാസ്സായി. ഡാമേജ് ഒന്നും ഉണ്ടായില്ല. ഇയാളുടെ വോട്ട് ചെയ്യാത്തത് കൊണ്ട് ഡാമേജ് ഒന്നും ഉണ്ടായില്ല എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ടോർഷ്യസ് ലൈബിലിറ്റി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഡാമേജ് ഉണ്ടായില്ലെങ്കിൽ കൂടിയും ഇയാളുടെ ലീഗൽ റൈറ്റ്സ് അവിടെ ഇൻഫ്രിഞ്ച് ചെയ്തു. അതാണ് ആഷ്ബി വേഴ്സസ് വൈറ്റ് എന്ന് പറയുന്നത്. അയാൾ റെമഡിക്ക് അർഹനാണ്. രണ്ടാമത്തെ നോക്കൂ, ഈ രണ്ട് മാക്സിമിൽ ഏതെങ്കിലും ഒരു മാക്സിം ചോദിക്കും പരീക്ഷയ്ക്ക്. ഡാമിനം സൈൻ ഇഞ്ചൂറിയ, ഡാമേജ് വിത്തൗട്ട് ഇഞ്ചുറി. ഡാമേജ് ഉണ്ടാവും പക്ഷേ ഇഞ്ചുറി ഉണ്ടാവത്തില്ല. അതെങ്ങനെയെന്ന് നോക്കൂ. സഫേർഡ് വിത്തൗട്ട് ബ്രീച്ച് ഓഫ് ലീഗൽ റൈറ്റ്സ് ക്ലെയിം ഡാമേജ് ഈസ് വാലിഡ് ഓഫ് ദ കോർട്ട്. അതായത് ഈസ് വെൻ എ ഡാമേജ് സഫേർഡ് വിത്തൗട്ട് ബ്രീച്ച് ഓഫ് ലീഗൽ റൈറ്റ്. ഒരു ലീഗൽ റൈറ്റ്സും വയലേറ്റ് ചെയ്യത്തില്ല. പക്ഷേ സച്ച് എ ക്ലെയിം ഓഫ് ഡാമേജ് ഈസ് നോട്ട് വാലിഡ് ഓഫ് ദ കോർട്ട്. ക്ലെയിം ഓഫ് ഡാമേജ് ഈസ് നോട്ട് വാലിഡ് ഇൻ എ കോർട്ട്. പക്ഷേ ആ ഡാമേജ് എന്ത് ചെയ്യുന്നു നോക്കൂ. എ ഡാമേജ് സഫേർഡ് വിത്തൗട്ട് ബ്രീച്ച് ഓഫ് ലീഗൽ ഡാമേജ്. ഒരു ഡാമേജ് സഫർ ചെയ്യുകയാണ് അതായത് ലീഗൽ റൈറ്റ് ബ്രീച്ച് ചെയ്യാതെ എനിക്ക് എന്ത് ചെയ്യുന്നതാണ്? ഡാമേജ് ഉണ്ടാവുകയാണ്. ഡാമേജ് ഈസ് നോട്ട് വാല്യൂ. ആ ഡാമേജ് കോടതിയുടെ മുമ്പിൽ വാല്യൂ അല്ല. ഈവൻ ഇഫ് ആക്ട് പേഴ്സൺ ഇൻറ്റൻഷനലിയോ ഡെലിബറേറ്റ്ലി ആയെങ്കിൽ കൂടി പ്രധാനം ലീഗൽ റൈറ്റ് ഇൻഫ്രിഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ടോർഷ്യസ് ലൈബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. ഒരു എക്സാം കേസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മുഗൾ സ്റ്റീംഷിപ്പ് കോ വേഴ്സസ് മീ ഗ്രിഗോറി 1892. Certain ships owners combined together in order to drive a ship owner out of trade, offering cheap freight, charging custom. ഞാൻ ഇത്രയും വായിച്ച സമയം കളയുന്നില്ല, ഇത്രയേ ഉള്ളൂ പറഞ്ഞുതരാം. കുറച്ച് ഷിപ്പ് മുതലാളികൾ എല്ലാവരും കൂടെ ചേർന്ന് വേറൊരു ഷിപ്പ് കമ്പനീനെ തരം താഴ്ത്താൻ വേണ്ടി അവരെ
തരം താഴ്ത്താൻ വേണ്ടി ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഷിപ്പ് കമ്പനിക്ക് എന്ത് ചെയ്തു? ഷിപ്പ് കമ്പനിക്ക് എതിരായിട്ട് എന്ത് പറഞ്ഞു? ഒരുപാട് അപരാധങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് ഷിപ്പിൻ്റെ കൺസൈൻമെൻ്റ് ഒക്കെ കുറച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് മറ്റേ അയാളെ തകർക്കാൻ വേണ്ടി ചെയ്തു. അപ്പോൾ ഇയാൾക്ക് ലോസ് ഉണ്ടായി. ഇയാളെ പുറത്താക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇയാൾക്ക് ലോസ് ഉണ്ടായപ്പോൾ ഇയാൾ കോടതി പോയപ്പോഴത്തേക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ നിയമപരമായിട്ടാണ് അവരതൊക്കെ ചെയ്തത്. ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ഇയാളെ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ഇയാൾക്ക് ഡാമേജ് ഉണ്ടായി ഉറപ്പാണ്. പക്ഷെ ഡാമേജ് ഉണ്ടെങ്കിൽ കൂടിയും ലീഗൽ റൈറ്റ്സിനെ ഒരു ഇൻഫ്രിഞ്ച്മെൻറ്റും വന്നിട്ടില്ല. ഷിപ്പിംഗ് കമ്പനിക്ക് ലീഗൽ റൈറ്റ്സ് ഉള്ള കാര്യങ്ങളാണ് ഷിപ്പിംഗ് കമ്പനി ചെയ്തത്. അതാണ് ഈ കേസിൽ പറയുന്നത്. ഇപ്പം മനസ്സിലായോ? ഇനി എന്തൊക്കെ ജനറൽ ഡിഫൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്? ഡിഫൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് പ്രതിരോധിക്കുന്നത്. IPC പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്തൊക്കെ ഡിഫൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ടോർഷ്യസ് ലൈബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് പ്രതിരോധം ആയിട്ട് തരുന്നത്. ഡിഫൻസ് എന്ന് വെച്ചാൽ പ്രതിരോധിക്കുക, അറിയാമല്ലോ. പ്രധാനമായിട്ടും ഓളിൻറ്റിനോ നോൺ ഫിറ്റ് ഇഞ്ചൂറിയ ഓർ ഡിഫൻസ് ഓഫ് കൺസെൻറ്റ് എന്നാണ്. അതായത് പ്രധാനമായിട്ടും 6 ഡിഫൻസാണ് നമ്മൾ ടോർഷ്യസ് ലൈബിലിറ്റി പ്രകാരം എടുക്കുന്നത്. ഒന്നാമത്തത് ഓളിൻറ്റിനോ നോൺ ഫിറ്റ് ഇഞ്ചൂറിയ ഓർ ഡിഫൻസ് ഓഫ് കൺസെൻറ്റ്. രണ്ടാമത്തത് റോങ് ഡുവർ ഈസ് ദ പ്ലെയിൻറ്റിഫ്. മൂന്നാമത്തത് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ളൊരു ആക്സിഡൻറ്റ്. നാലാമത്തത് ആക്ട് ഓഫ് ഗോഡ്. അഞ്ചാമത്തത് പ്രൈവറ്റ് ഡിഫൻസ്. 6 മിസ്റ്റേക്ക്, നെസസറി, സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. നോക്കൂ, ഇത്രയും കാര്യങ്ങൾ 6 അല്ല, അതിൽ കൂടുതലുണ്ട്. ഒന്ന് എന്താ നോക്കൂ, വോളണ്ടിയർലി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കൂ. വോളണ്ടിയർലി ഇൻ കേസ് ദ പ്ലെയിൻറ്റിഫ് വോളണ്ടിയർലി സഫേഴ്സ് സം ഹാം, he has no remedy for that under the law of tort, he is allowed to complain about the same. അതായത് വോളണ്ടിയർലി നോൺ ഫിറ്റ് ഇൻ കേസ് പ്ലെയിൻറ്റിഫ് വോളണ്ടിയർലി സഫേഴ്സ്, അതായത് കേസ് കൊടുക്കുന്ന പ്ലെയിൻറ്റിഫ് മനഃപൂർവ്വം അയാൾക്ക് തന്നെ ചില നാശനഷ്ടങ്ങൾ അയാൾ ഉണ്ടാക്കിയെടുക്കുന്നു. അയാൾ തന്നെ. ഇപ്പം എനിക്കൊരു ഡാമേജ് പറ്റിയത് ഞാൻ ചെയ്ത പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ് എങ്കിൽ അതെങ്ങനെയാണെന്ന് നോക്കൂ. എക്സാമ്പിൾ വരുമ്പോൾ മനസ്സിലാവും. ദ റീസൺ ബിഹൈൻഡ് ദ എൻഫോഴ്സ് റൈറ്റ് ഹാസ് വോളണ്ടറിലി അബണ്ടഡ് ആൻഡ് വേർഡ്. അതായത് ഇത് നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മുകളിലത്തെ സെൻറ്റൻസ് വായിച്ചില്ലെങ്കിൽ നോക്കൂ. When you yourself call somebody in your house, you cannot sue your guest of trespass. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും വിളിച്ചു വരുത്തിയിട്ട്, ആരെങ്കിലും നിങ്ങൾക്ക് വൈരാഗ്യമുള്ള ആരെങ്കിലും ആയിരിക്കും, അവനെ ഒന്ന് കുരുക്കണമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയിട്ട് അവനെതിരായിട്ട് അവൻ നമ്മളെ വീട്ടിൽ അതിക്രമിച്ച് കടന്നു എന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയാണ്. അത് നടക്കത്തില്ല. അതങ്ങ് പള്ളി പറയും. ഇഫ് യു ഹാവ് അഗ്രീഡ് ടു എ സർജിക്കൽ ഓപ്പറേഷൻ ദെൻ യു കനോട്ട് സൂ ദ സർജൻ ഫോർ ഇഫ് ഇറ്റ്. അതായത് ഒരു സർജിക്കൽ ഓപ്പറേഷൻ കീറിമുറിക്കലാണല്ലോ. അപ്പോൾ സർജിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്നത് നമ്മൾ സമ്മതിച്ചിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഒപ്പിട്ട് കൊടുക്കുവാണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോസ്പിറ്റൽ അതോറിറ്റിയോ അല്ലെങ്കിൽ ഡോക്ടറോ ലൈബിൾ അല്ല എന്നിട്ട് എന്തെങ്കിലും പറ്റുവാണ്, നമുക്കത് സ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് എഗ്രി ടു ദ പബ്ലിക്കേഷൻ ടു സംതിങ് യു ആർ അവെയർ ഓഫ് ദം ആൻഡ് യു കനോട്ട് സൂ ദം. അതായത് എന്നെക്കുറിച്ച് എന്തെങ്കിലും തരത്തിൽ പബ്ലിഷ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു, ഞാൻ അവെയർ ആയിരുന്നു, ഇന്ന കാര്യങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അത് പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഹർട്ടുണ്ടായി അല്ലെങ്കിൽ എനിക്ക് ഡിഫമേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തരത്തില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സൂ ചെയ്യാൻ പറ്റത്തില്ല, ടോർഷ്യസ് ലൈബിലിറ്റി വരാൻ പറ്റത്തില്ല. ഇനി രണ്ടാമത്തെ നോക്കൂ, ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒഴിവാക്കാൻ പറ്റാത്തൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ആക്സിഡൻറ്റ് നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ പറ്റുമോ? ഇത് ആക്സിഡൻറ്റ് കുഡ് നോട്ട് ഹാവ് ബീൻ സ്റ്റോപ്പ്ഡ് ടു അവോയ്ഡ്. ആർക്കും ആക്സിഡൻറ്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഉണ്ടാകുന്ന ആക്സിഡൻ്റാണ്. ആൻഡ് ഇവ ഇൻറ്റൻഡ് ടു ഹിംസെൽഫ്, അതായത് ആരും വേണമെന്ന് വിചാരിച്ചിട്ടല്ല ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് നമുക്ക് ആക്സിഡൻറ്റ് പക്ഷെ ഉണ്ടാക്കാം, അത് വേറെ ലോ പ്രകാരം നമുക്ക് ഫൈലബിൾ ആണ്. ടോർഷ്യസ് ലൈബിലിറ്റി അനുസരിച്ച് അത് എന്നുള്ളത്, പക്ഷേ വേറെ ലോ പ്രകാരം അത് നമുക്ക് ഫൈനബിൾ ആണ്. അത് നമുക്ക് പിന്നെ പഠിക്കാം. ഈ കേസ് നോക്കൂ, എന്താ ചെയ്യുന്നത്? ദ ഡിഫൻഡൻറ്റ് പ്ലെയിൻറ്റിഫ് വെൻറ്റ് ടു ബാഡ് ഷൂട്ടിങ്. അതായത് ഈ സ്റ്റെൻലി വേഴ്സസ് പോവിൽ എന്ന് പറയുന്ന ആൾ, അതായത് ഈ 2 പേരും കൂടെ ചേർന്ന് പക്ഷിയെ വെടിവെക്കാൻ പോയി, കാട്ടിൽ വെടിവെക്കാൻ പോയി, വേട്ടയാടാൻ പോയ സമയത്ത് അതിന് ഒരു പക്ഷിയെ കണ്ടപ്പോഴത്തേക്ക് പക്ഷിക്ക് വെക്കുന്ന വെടി എവിടെയോ തട്ടിത്തെറിച്ച് ഇതിലൊരാളുടെ നെഞ്ചത്ത് കയറി എന്നും പറഞ്ഞും കൊണ്ട് ഈ വെടിവെച്ച ആൾ ലൈബിൾ അല്ല, കാരണം ആക്സിഡൻ്റ് അല്ലേ അത്. ഇനി അടുത്ത മൂന്നാമത്തെ ആക്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവം ഇറങ്ങി നിന്ന് പ്രവൃത്തി ചെയ്യുന്നതെന്നല്ല. അതായത്
ഇറ്റ് ഈസ് ഓൾസോ റിക്കഗ്നൈസ് ഒരു വാല്യൂ ഡിഫൻസ് ആയിട്ട് നമുക്ക് പറയാം. എന്താണ് ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് നോക്കൂ. ഹെവി റെയിൻഫോൾ കൊണ്ട് എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇടിവെട്ടുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കയറിയോ അങ്ങനെയൊക്കെയുള്ള, അതാണ് ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അതുവഴി എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇന്നവിറ്റബിൾ ആണല്ലോ, അത് നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റൂലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാശനഷ്ടത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ഇൻഷുറൻസ് വഴി ചെയ്യാൻ പറ്റും. അടുത്ത മൂന്നാമത്തത്, ഈ കേസും കൂടെ നോക്കൂ. രാമലിംഗൻ നാടാർ വേഴ്സസ് നാരായണ റെഡ്ഡിയാർ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോബ് റീബിഡ് ടു ഓൾ ദ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഇൻ ദ ഡിഫൻഡൻറ്റ് ലോറി. ഇറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ടു ബി ആക്ട് ഓഫ് ഗോഡ്. അതായത് ഇയാൾ ഒരു ലോറി കൊണ്ടുവച്ചപ്പോൾ ജനങ്ങൾ വന്നാൽ ലോറിക്കകത്ത് കയറി ഇയാളെ ആ സാധനങ്ങളെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോയി. അല്ലാതെ ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയാൻ പറ്റില്ല, നാശനഷ്ടം കൊടുത്തേ പറ്റൂ. ചില കേസുകളിൽ അങ്ങനെയുണ്ട്. ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയാൻ പറ്റും. ലോറി ഇട്ടിരുന്നപ്പോൾ ലോറിക്കകത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വന്ന് എല്ലാ സാധനങ്ങളും റോബറി ചെയ്തുകൊണ്ട് പോയി. അതെങ്ങനെ പറയാൻ പറ്റും? അടുത്ത 4 അത് പറയാൻ പറ്റത്തില്ലെന്ന് കാണിക്കുന്നതാണ്. അടുത്ത പ്രൈവറ്റ് ഡിഫൻസ്. ലോ ഹാസ് ഗിവൻ ടു പെർമിഷൻ ടു പ്രൊട്ടക്ട്. നിയമം നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് പെർമിഷൻ തരുന്നു. എന്താണ് പെർമിഷൻ തരുന്നത്? നമുക്ക് നമ്മുടെ ജീവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പെർമിഷൻസ് നമുക്ക് തരുന്നുണ്ട്. ചില സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, സെൽഫ് ഡിഫെൻസിന് വേണ്ടിയാണ് കൊന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഘോര വാദങ്ങളൊക്കെ. നോക്കൂ, അത് പ്രൈവറ്റ് ഡിഫെൻസാണ്. അതായത് യൂസ് ഓഫ് ഫോഴ്സ് ജസ്റ്റിഫൈഡ് പർപ്പസ് ഓഫ് സെൽഫ്. അതായത് പ്രധാനപ്പെട്ട പക്ഷേ കണ്ടീഷൻസ് ഉണ്ട്. എന്ത് കണ്ടീഷൻസാണ്? നമ്മൾ സെൽഫ് ഡിഫെൻസിന് വേണ്ടി ആയിരിക്കണം. ഞാൻ അവന് ഡാമേജ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അവനെ ഉപദ്രവിച്ചത് എൻ്റെ ജീവൻ അപകടമുണ്ട് എന്ന് പൂർണ്ണമായിട്ട് ഇതുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ എനിക്കോ എൻ്റെ വസ്തുവകകൾക്കോ ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് എന്ത് പറയുന്നു? ഫോർ എക്സാമ്പിൾ, എ വുഡ് നോട്ട് ബി ജസ്റ്റിഫൈഡ് യൂസിങ് ഫോഴ്സ് അഗൻസ്റ്റ് ബി ജസ്റ്റ് ബിക്കോസ് ഹി ബിലീവ് ദാറ്റ് സം ഡേ ഹി വിൽ ബി അറ്റാക്ക്ഡ് ബൈ ബി എന്നും പറഞ്ഞുകൊണ്ട് എന്തുവാണ് എന്ത് പറയുന്നു? എ വുഡ് നോട്ട് ബി ജസ്റ്റിഫൈഡ് യൂസിങ് ഫോഴ്സ് അഗൻസ്റ്റ് ബി. അതായത് ബിക്കെതിരായിട്ട് ഒരു ഫോഴ്സ് അൺനെസസറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് കറത്തില്ല. കാരണം എന്തെന്നും പറഞ്ഞുകൊണ്ടായി ആരോ ഒരാൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഉപദ്രവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബിയെ കണ്ടപ്പോൾ ബി എന്നെ ചാർത്തുന്നത് നമുക്ക് സെൽഫ് ഡിഫെൻസ് അല്ല. പ്രൊട്ടക്ഷൻ of property also have allowed taking such measure which is necessary to prevent danger. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി, എൻ്റെ വസ്തു പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഡാമേജ് ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് നോക്കൂ. അത് എന്താണ് ഉദാഹരണം എന്ന് വെച്ചോ? പ്രിവെൻറ്റ് ഡേഞ്ചർ. എനിക്ക് നെസസറിയാണ് ഡേഞ്ചർ പ്രിവെൻറ്റ് ചെയ്യുക, അതിനുവേണ്ടിയാണ് ഞാൻ അത് വെച്ചേക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഫിക്സിങ് ബ്രോക്ക് ക്ലാസസ് ദ പീസസ് ഓഫ് എന്ന് ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, മതിലിൻ്റെ മുകളിൽ കുപ്പിച്ചില്ലൊക്കെ പൊട്ടിച്ച് വെച്ചേക്കുന്നത്. അത് ചിലപ്പോൾ കള്ളന്മാർക്കോ അല്ലെങ്കിൽ പട്ടികൾക്കോ പൂച്ചകൾക്കോ ഒക്കെ അപകടമാണ് എന്നും പറഞ്ഞുകൊണ്ട് കള്ളൻ വീട്ടിൽ കയറി മോട്ടിക്കാൻ നേരത്തെ എൻ്റെ കാലിൽ കുപ്പിച്ചില്ലുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഡോഗിനെ വളർത്തുന്നത്, അപ്പോൾ അതൊക്കെ നമുക്ക് ലോ പ്രകാരം ജസ്റ്റിഫൈബിൾ ആണ്, നമുക്ക് ടോർഷ്യസ് ലയബിലിറ്റി വരുന്നില്ല. അതുപോലെ 5ാമത്തത് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ 2 തരത്തിലുള്ള മിസ്റ്റേക്കാണ് നമ്മൾ പറയുന്നത്. ഇത് മനസ്സിലാക്കുന്ന എക്സെപ്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ടോർഷ്യസ് ലയബിലിറ്റി. മിസ്റ്റേക്ക് ഓഫ് ലോയും മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും. മിസ്റ്റേക്ക് ഓഫ് ലോയിൽ വരുന്നതും മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൽ വരുന്നതും. ഇതെന്ന് പറയുന്നത് കേസ് പറഞ്ഞപ്പോൾ നോക്കൂ, ബോത്ത് കണ്ടീഷൻസ് അവൈലബിൾ. അതായത് മോർസൺ വേഴ്സസ് റിച്ചി ആൻഡ് കോ. ദ ഡിഫൻഡൻറ്റ് മിസ്റ്റേക്ക്ലി പബ്ലിഷ്ഡ്. നമുക്ക് മിസ്റ്റേക്ക് ഓഫ് ലോ ഉണ്ട്, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ഉണ്ട്. നിയമപ്രകാരം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബോത്ത് കണ്ടീഷനിലും നോ ഡിഫൻസ് അവൈലബിൾ ഇൻ ദ ഡിഫൻഡൻറ്റ്. 2 കണ്ടീഷനിലും ഡിഫൻഡൻറ്റിന് പക്ഷേ ഇതിനകത്ത് 2 കണ്ടീഷനിലും ഡിഫൻഡൻറ്റിന് ടോർഷ്യസ് ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാകാൻ പറ്റത്തില്ല. എന്താണെന്ന് അറിയാമോ? ലോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നു. ലോ എന്ന് പറയുന്നത് അത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമുക്ക് ലോ അറിഞ്ഞൂടാ എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസേ അല്ല. അതുപോലെ തന്നെ ഫാക്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നത്. എക്സാമ്പിൾ നോക്കൂ, ഡിഫൻഡൻറ്റ് ബൈ മിസ്റ്റേക്ക്ലി പബ്ലിഷ്. അതായത് ഒരാൾ മിസ്റ്റേക്ക്ലി വേറൊരാളെക്കുറിച്ച് എന്ത് ചെയ്തു, ഒരു ഗുഡ് ഫെയ്ത്ത് ആയിരുന്നു അയാൾക്ക് തെറ്റുപറ്റി വേറൊരാളെക്കുറിച്ച് ഇല്ലാത്തൊരു വാർത്ത പബ്ലിഷ് ചെയ്തു. പക്ഷേ ഇയാൾ തെറ്റുപറ്റിപ്പോയതാണ്. അതെന്താണ് വാർത്തയെന്നറിയാമോ? ദ റിയാലിറ്റി മാറ്റർ വാസ് ദ പ്ലെയിൻറ്റിഫ് ഗോട്ട്. അതായത് ദ പ്ലെയിൻറ്റിഫ് ഹാഡ് ഗിവൺ ബർത്ത് ട്വിൻസ് ഓഫ് ദ ഗുഡ് ഫെയ്ത്ത്. അതായത് ഇയാൾ പ്ലെയിൻറ്റിഫ് ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി എന്നൊരു വാർത്ത ഇട്ടു. അത് അറിഞ്ഞില്ല ഇയാൾ. പക്ഷേ എന്ത് സംഭവിച്ചെന്തെന്നറിയാമോ? ഇതിനകത്തുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇയാൾ കല്യാണം കഴിച്ചിട്ട് 2 മാസമേ ആയിട്ടുള്ളായിരുന്നുള്ളൂ. അപ്പം ദ ഡിഫൻഡൻറ്റ് വാസ് ഹെൽഡ് ലയബിൾ. അപ്പോൾ പക്ഷേ ആ കേസിൽ ഇയാൾക്ക് ടോർഷ്യസ് ലയബിലിറ്റി ഉണ്ട്.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഡിഫേമേഷൻ വന്നില്ലേ, അപകീർത്തിപ്പെട്ടില്ലേ ഇയാളെ. ഗുഡ് ഫെയ്ത്തിലാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. 2 മാസമല്ലേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്, ഇപ്പം തന്നെ 2 ഇരട്ട കുട്ടികൾ അങ്ങനെ ഉണ്ടായി. അടുത്ത് നോക്കൂ, നെസസിറ്റി ഈസ് ആൻ ആക്ട് ഡൺ പ്രിവെൻറ്റ് ഗ്രേറ്റർ ഹാം. അതായത് നമുക്ക് എന്തെങ്കിലും നെസസിറ്റി ഉണ്ടാകുന്നു, ഈ നെസസിറ്റി വഴി നമുക്ക്